ഓരോ നിമിഷവും പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ വാർത്തകൾക്കായി ലോകം കാത്തിരിക്കുകയാണ്. കേവലം ഇറാൻ-ഇസ്രായേൽ യുദ്ധം എന്നതിലുപരി മറ്റേതൊരു അന്താരാഷ്ട്ര യുദ്ധത്തിനേക്കാളും വളരെയധികം ഭയത്തോടെയും ജാഗ്രതയോടെയുമാണ് നമ്മൾ മലയാളികൾ ഈയൊരു യുദ്ധത്തിനെ നോക്കിക്കാണുന്നത്. ഇന്ത്യയിൽ നിന്നും കുറഞ്ഞത് 2500 കിലോമീറ്ററെങ്കിലും ദൂരമുള്ള ഈയൊരു യുദ്ധപ്രദേശത്തെ എന്തിനാണ് ഇത്രയധികം ഭയപ്പാടോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത്? നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫെബ്രുവരി 28 ഒരുപക്ഷെ ഭാവിയിൽ ലോകരാഷ്ട്രീയത്തിൽ പ്രാധാന്യമർഹിച്ചേക്കാവുന്ന ഒരു ദിവസമാണിത്. എന്നത്തെയും പോലെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനിലെ ജനങ്ങൾ, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, മുതിർന്നവർ ജോലിക്ക് പോകുന്നു, അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ജോലികൾ ചെയ്യുന്നു. എന്നാൽ പെട്ടെന്നാണ് തെഹ്റാനിലെ പലയിടങ്ങളിലായി ഇസ്രായേലിന്റെ ബോംബ് വർഷം. തെഹ്റാൻ നഗരം ഉൾപ്പെടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും മിലിറ്ററി ക്യാമ്പുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ആസൂത്രിതമായൊരു മിസൈൽ വർഷമായിരുന്നു അത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു പോരാട്ടത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇരു രാജ്യങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നത്തെയും പോലെ ഇതൊരു ഇറാൻ-ഇസ്രായേൽ യുദ്ധമായി ഇതിനെ കാണാൻ സാധിക്കില്ല. സാധാരണ പരോക്ഷമായി ഇസ്രായേലിനെ സഹായിക്കാറുള്ള അമേരിക്ക ഇത്തവണ പ്രത്യക്ഷമായി തന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, റോർ ഓഫ് ലയൺ അല്ലെങ്കിൽ സിംഹത്തിന്റെ ഗർജനം എന്ന പേരിൽ ഇസ്രായേലിന്റെ കൈകളിലൂടെ അമേരിക്ക തന്നെയാണ് നേരിട്ട് ഈ ഒരു യുദ്ധത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വർഷങ്ങളായി അമേരിക്കയോടും അമേരിക്കൻ ജനതയോടും ഇറാൻ ചെയ്യുന്ന ക്രൂരതകൾക്ക് പകരമായി ഇറാന്റെ സർവനാശം കണ്ടിട്ട് ഈ ഒരു യുദ്ധത്തിന് അന്ത്യം കുറിക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തുടങ്ങിവെച്ചത് നിങ്ങളാണെങ്കിൽ അവസാനിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമേനി മറുപടിയും കൊടുത്തു. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധ സാഹചര്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മഹാവിസ്ഫോടനമായി ഇതിനെ നമുക്ക് കാണാം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിവെച്ചതാണിത്. 1979 ആയത്തുള്ള ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വരവോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിനു മുമ്പ് വരെ യാതൊരു വിധത്തിലുള്ള ശത്രുതയും ഇല്ലാതിരുന്ന സാധാരണ അയൽരാജ്യങ്ങളായിരുന്നു ഇസ്രായേലും ഇറാനും. സാധാരണ എന്നതിലുപരി സുഹൃത്തുക്കളായിരുന്നു എന്നതായിരിക്കും ശരി. കാരണം 1948 നിലവിൽ വന്ന ഇസ്രായേൽ എന്ന രാജ്യത്തെ ആദ്യമായി അംഗീകരിച്ച മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ. പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരുന്ന വെസ്റ്റേൺ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ഗവൺമെന്റായിരുന്നു അന്ന് ഇറാൻ ഭരിച്ചിരുന്നത്. എന്നാൽ 1979 ഇറാൻ ഭരണമാറ്റത്തിലൂടെ കാര്യങ്ങളൊക്കെ മാറി മറിയുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കൾ എന്നതിൽ നിന്നും കടുത്ത ശത്രുക്കളായി മാറി ഇരു രാജ്യങ്ങളും. പ്രധാനമായും ഇതിലേക്ക് നയിച്ചത് 2 കാര്യങ്ങളായിരുന്നു. ഇസ്രായേൽ എന്നത് കൂടുതലായും വെസ്റ്റേൺ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു രാജ്യമാണെന്നിരിക്കെ ഇറാൻ സ്വമേധയാ അടിച്ചമർത്തപ്പെട്ട മുസ്ലിങ്ങളുടെ ഒരു നേതാവായി കണക്കാക്കപ്പെടുകയായിരുന്നു, പ്രത്യേകിച്ചും പലസ്തീൻ വിഷയത്തിൽ. മാത്രമല്ല, പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളുടെ നേതാവായി വളരാനും ഇറാൻ ആഗ്രഹിച്ചിരുന്നു. ഇരു രാജ്യങ്ങളുടെയും ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ശത്രുതയുണ്ടായിരുന്നെങ്കിലും ഇതൊന്നും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചിരുന്നില്ല. പകരം പ്രോക്സികൾ ഉപയോഗിച്ചായിരുന്നു ഇരുവരും യുദ്ധം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള വൈരാഗ്യം തീർത്തിരുന്നത്. എന്നാൽ ഇറാൻ ആണവ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പ്രാധാന്യം കൊടുത്തതു മുതൽ ഇസ്രായേലിന് പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു. എന്നാൽ ആണവ പ്രവർത്തനങ്ങളിൽ നിന്നും ഇറാനെ തടയുക എന്നുള്ളത് ഇസ്രായേലിന്റെ മാത്രമല്ല, അമേരിക്കയുടേതു കൂടി ആവശ്യമായപ്പോൾ ഇതൊരു ആഗോള പ്രശ്നമായി അല്ലെങ്കിൽ ഒരു ആഗോള ഭീഷണിയായി അവർ ഉയർത്തി കാണിക്കാനും തുടങ്ങി. ഇതിനുവേണ്ടി വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തുകയുണ്ടായി. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിലും മറ്റും ഇറാന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഈ പ്രതിസന്ധി സഹിക്കവയ്യാതെ അമേരിക്കയും മറ്റ് P5 രാജ്യങ്ങളുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ തന്നെ ഇറാൻ നിർബന്ധിതമാവുകയായിരുന്നു. അങ്ങനെയാണ് 2015 ജൂലൈയിൽ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിൽ ഒരു ഡീല് നടക്കുന്നത്. ഈ കരാർ പ്രകാരം ഇറാൻ ചെയ്യേണ്ടത് 2 കാര്യങ്ങളായിരുന്നു. ആണവ പ്രവർത്തനങ്ങൾ കുറയ്ക്കുക, യുറേനിയം എൻറിച്ച്മെന്റ് കൺട്രോൾ ചെയ്യുക. ഇതിനു പകരമായി അന്താരാഷ്ട്ര തലത്തിൽ ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ നീക്കം ചെയ്യാം എന്നതായിരുന്നു ഉടമ്പടി. എന്നാൽ നല്ല രീതിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ഈ ഒരു ഉടമ്പടിയിൽ നിന്നും 2018 US സ്വമേധയാ പിന്തിരിയുകയായിരുന്നു. ഈ ഒരു ഉടമ്പടി വളരെ വീക്കാണെന്നും ഇറാൻ മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തിയില്ലെന്നുമാണ് അമേരിക്ക വാദിച്ചത്. ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. കരാറിലെ പ്രധാന കക്ഷിയായ അമേരിക്ക തന്നെ കരാറിൽ നിന്നും പിൻവാങ്ങിയപ്പോൾ പിന്നീട് ഇതിന് വലിയ പ്രസക്തിയില്ലെന്ന് മനസ്സിലായ ഇറാൻ അവരുടെ യുറേനിയം എൻറിച്ച്മെന്റ് തുടരുകയായിരുന്നു. എന്നാൽ ഇത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് ഇസ്രായേലിനെയാണ്. പൊതുവെ ശത്രുവായ ഒരു അയൽരാജ്യം ഇത്രയധികം ആണവമായി പുരോഗമിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ഭീഷണിയായിരുന്നു, ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു ഭീഷണി. അതിനാൽ ഇറാനെ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും തടയുകയും അവിടെയുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് തങ്ങൾക്ക് അനുകൂലമായൊരു ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ എക്കാലത്തെയും ഒരു ലക്ഷ്യമായിരുന്നു. ഇതേ ചിന്താഗതി തന്നെയായിരുന്നു ഇറാനും ഉണ്ടായിരുന്നത്. ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ചിരുന്നില്ല. പശ്ചിമേഷ്യയിലെ ശക്തിയായി മാറാൻ ആഗ്രഹിച്ചിരുന്ന ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലും ഒരു ഭീഷണിയായിരുന്നു.
എന്തായാലും 40 വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോരാട്ടത്തിന് അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്ക തുടങ്ങിവെച്ച ഈ ഒരു യുദ്ധം വളരെയധികം പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ. കാരണം അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇറാന് നേരിടുന്ന ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണം നടത്താൻ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള വഴി എന്നത് മിഡിൽ ഈസ്റ്റിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. കാരണം US-ന്റെ ഏറ്റവും കൂടുതൽ ബേസ് ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്. അത് ഇറാൻ ഗവൺമെന്റ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിൽ ഒരു ആക്രമണം ഉണ്ടാവുക എന്നത് കേരളത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുന്നതിന് സമം തന്നെയാണ്. എന്തായാലും വരുന്ന നാളുകൾ വളരെയധികം ഭീതിയുടെയും ആശങ്കയുടെയും നാളുകളായിരിക്കും.